ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് എബ്രഹാം ഓസിലറിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടാണ് അതിനെക്കുറിച്ചുള്ള പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, എവിടെയാണോ കറങ്ങി നടക്കുന്നത്? നിനക്കിരിക്കാൻ ഒരു സ്ഥലം തന്നിട്ടില്ല, അവിടെ ഇരുന്നാൽ പോലെ എന്നാണ് പറയിപ്പിക്കാനായിട്ട്. എന്തിനാണ് സാറേ ഇവനെ പോലെയുള്ളവരത്തിനൊക്കെ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്? മാസം കാശ് ചിലവാക്കി എന്തിനാ സാർ ഇങ്ങനെ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്? വാങ്ങി തന്നെ ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. മാസം സാർ കൊണ്ടുവരുന്ന ഈ ഹോട്ടൽ ഫുഡ് എനിക്ക് പുറം ലോകവുമായിട്ട് ബന്ധമുള്ളൂ. ഓസിലർ, ഞാനും താനുമല്ല ഒരേ തൂവൽ പക്ഷികളാണ് കേട്ടോ. വി ആർ ഡെഡ് മാൻ വാക്കിംഗ്, റോക്ക് ആൻഡ് കേർട്സ് ആൻഡ് ഫോർഗെറ്റ്. തൻ്റെ ബോധകാലവുമായിട്ട് തനിക്ക് പൊരുത്തപ്പെട്ടാൽ മാത്രമേ ഉറക്കമില്ലായ്മയിൽ നിന്ന് ഒരു മോചനമുള്ളൂ. ഇൻസോമിനിയ ഇപ്പോൾ ക്രോണിക് ആയിട്ടുണ്ട്. താനിപ്പോൾ ഹാലൽസൈറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് രക്തസ്രാവം വന്നിട്ടുള്ള മരണമാണിത്. നമ്പർ 11 കാർപ്പറേറ്റ് ഈസ് പോയിൻറ്റിങ് ആൻഡ് പിമ്പ്. ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാൻ അറിയാം സാർ. പ്രേതങ്ങളുടെ സൗണ്ടാണ് സാർ. ഈസ് എ സ്ട്രേഞ്ച് അല്ലേ? എനിത്തിങ് ഹാപ്പൻഡ് അല്ലേ? എനിത്തിങ് എനി ഹാപ്പൻ അല്ലേ? ജീവിച്ച് മതിയായ ഒരു മനുഷ്യനെ നമ്മൾ എന്ത് പറഞ്ഞ് പേടിപ്പെടുത്താനാ? അയാളുടെ കണ്ണുകളിലുണ്ട് എല്ലാം. ദൈവവും പരദീസയുമല്ല നമ്മൾ എന്നെ കൈവിട്ടവരുടെ ആഴക്കടലുകൾക്ക് പോലും നമ്മളെ വേണ്ട. നമ്മുടെ ശാപമോക്ഷത്തിന് ചെകുത്താൻ ഇറങ്ങി വന്നാൽ ഓസിലർ ഒരു ഡബിൾ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഒരു ഗംഭീര ട്രെയിലർ തന്നെയാണ് തന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി സാർ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. ഇതിലൊന്നും കാണിച്ചിട്ടില്ല അവർ. അത് എന്തായാലും സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഗൈസ് മമ്മൂട്ടി സാറ് ഏത് വേഷത്തിലായിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ ജയറാം സാറാണ് വരുന്നത്. ഓക്കെ, ടാറ്റാ ബൈ ബൈ.